അങ്ങോട്ട് നിന്നാളൊന്നും കാട്ടൂല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. കള്ളപ്പെന്നെ ഇവിടെ ഇത്രയും തോന്നെ സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് ഞാൻ നിൽക്കുന്നോട് തന്നെ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വേറെ എവിടേക്കെങ്കിലും പോയിക്കൂടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി കോളേജ് വ്ളോഗ്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ 6th സെം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 4 മാസം കൂടെ നമുക്ക് ഇനി കോളേജ് ഉള്ളു. അങ്ങനെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് പിന്നെ നേരത്തെ കോളേജ് വിട്ടിരുന്നു. പിന്നെ ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേനു, ഫ്രെയിമും ചോക്ലേറ്റ്സും, പിന്നെ കുറച്ച് പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ട്, വർക്ക് ഉണ്ട്, അത് ചെയ്യാനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു കൊറിയർ വന്നു. ഞാൻ പൊട്ടിക്കണേന് മുന്നേ അവിടെ പൊട്ടിച്ച് വെച്ചിരിക്കണം. സംഭവം വേറെ ഒന്നല്ല, നമ്മൾ സെക്കൻഡ് ആയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് അത്ര അടിപൊളി തോന്നിയ പ്രൊഡക്ട്സ് ആണ് ഇത്. ബത്തുൽ ഓർഗാനിക്സ് നല്ല ആയുർവേദിക് സോപ്പുകള്, ഷാംപൂ, പിന്നെ ഹെയർ ജെല്ല്, അലോവേര ജെല്ല്, ലിപ് ബാം, കാജല്, ഫേസ് വാഷ് എല്ലാം കൂടെ ഫുൾ ഓർഗാനിക്, പക്ക നാച്ചുറൽ സാധനം. കിഡിലനാണ്, ഞാൻ യൂസ് ചെയ്തത് പെർഫെക്റ്റ് ആണ്. അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറ്റി ഒരുങ്ങി എങ്ങോട്ടാ പോണെന്നല്ലേ, ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയൊരു ബർത്ത്ഡേ ഷൂട്ട് ഉണ്ട്. അന്ന് വീണതിന് ശേഷം അതിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ പോണത്. എൻ്റെ വീട്ടുകാർക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ പോണേന്, പക്ഷെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കൽപ്പാത്തി എത്തി, ക്ലയന്റിനെ കാത്തുന്നു. പിന്നെ ക്ലയന്റ് എത്തി, നമ്മളിതാ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ വഴി തടസ്സപ്പെടുത്തിക്കാണ്ട് ഒരു പോത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഭാഷയിൽ നമ്മൾ പോത്തിനോട് മാറിത്തരാൻ പറഞ്ഞു. ഒരു രക്ഷ ഇതർ ജാവോ ജാവോ മലയാളം പറഞ്ഞിട്ട് പോത്തിന് മനസ്സിലാവണില്ലേ? അപ്പൊ ഞാൻ ഹിന്ദി ഒന്ന് ട്രൈ ആക്കി നോക്കി. അങ്ങനെ പോത്ത് വഴി മാറി തന്നു. ഫൈനലി ഞങ്ങളിത് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളെ പൂച്ചുകാക്കാന്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ നമ്മളൊരു ടീമിൽ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇനി അത് അടുത്ത കുറച്ച് വർക്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അയൽവാസി വന്നാണ്ട് മൈലാഞ്ചിട്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് ഏതായാലും ഭയങ്കര ബിസി ആയിരുന്നു. ഇൻഷാല്ലാ ഞാൻ പിന്നെ കാണാം.